ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈവനിങ് ആണ് ഇവിടെ. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാവുന്ന. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നടന്നു പോകാനുള്ള ദൂരത്തിലുള്ള സ്പേസാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണെങ്കിലൊരു പാർക്കാണ്. ഇവിടെ നമുക്ക് കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ കാണിച്ചിടാവേ. ഇപ്പം നമ്മൾ പോകുന്നത് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതൊക്കെ ഉള്ള മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആണെങ്കിൽ ഒരു 23 റിയാൽ ഷോപ്പുണ്ട്. ഇതൊരു 23 റിയാൽ ഷോപ്പാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ്, ചെരുപ്പ്, കുഞ്ഞുങ്ങൾക്കുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. 23 റിയാൽ ഷോപ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങൾക്ക് ഇവിടെ 23 റിയാലാണ്. അപ്പം ഇതൊക്കെയാണ് ഈ സൗദിയിലെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു പെർഫ്യൂം ഷോപ്പിലോട്ടാണ്. ഇതൊരു പെർഫ്യൂമും പിന്നെ വാച്ചസ് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയി, ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോ, ഇവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡിൻ്റെയും പെർഫ്യൂംസ് നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ കുറച്ച് പെർഫ്യൂംസൊക്കെ നോക്കി. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൈഡിലോട്ട് നമുക്കൊരു അട്രാക്ഷൻ കൂടുതലാണല്ലോ. അപ്പം ഞാനും അങ്ങനെ അവിടെയെല്ലാം പോയി നെയിൽ പോളിഷൊക്കെ നോക്കി, കുറേ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഷോപ്പിൽ പോയി. ഇതും നല്ല പെർഫ്യൂംസ് കിട്ടുന്നൊരു ഷോപ്പാണ്. ഇത് കൂടുതലും അറബിക് പെർഫ്യൂംസാണ് ഇവിടെ കിട്ടുന്നത്. ബ്രാൻഡഡ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ബ്രാൻഡ്സ് അല്ല, പക്ഷേ ഇത് നല്ല മണമാണ്. ഇത് കണ്ടു, ഇത് സ്വീറ്റ് ലവ്, ഇത് അടിപൊളി മണമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചായിരുന്നു ഇത്, എനിക്കും വാങ്ങിക്കണം പിന്നീട്. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല മണമായി. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് അത്ര വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേറെ ഇവിടെ ഒരു ഹോട്ട് ബൈ ലേഡി എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കണ്ടായിരുന്നു. ഇത് ഭയങ്കര മണമുള്ള ഒരു പെർഫ്യൂമാണ്. ഞാനാണെങ്കിൽ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്ത് നോക്കി, നല്ല പെർഫ്യൂമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ജസ്റ്റ് ഇതിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ശരിക്കും ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇലകളൊക്കെ അധികം ഇല്ലാതൊക്കെ നിൽക്കുന്നത്. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ പിന്നീട് ഒരു വട്ടം നിങ്ങളെ ഇതിൻ്റെയൊക്കെ നന്നായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാവേ. ഇവിടെ ആണെങ്കിൽ അധികം വെള്ളമൊന്നും ഇല്ലെങ്കിലും എല്ലായിടത്തും ഇവർ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴാണെങ്കിലും നന്നായിട്ട് ഭയങ്കരമായിട്ട് ഈ ചെടികളെയൊക്കെ കെയർ ചെയ്ത് പൂക്കളൊക്കെ ആവുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിലോട്ടാണ്. അവിടെ നമുക്ക് ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ നോക്കണമായിരുന്നു, അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടു. ജസ്റ്റ് ഇങ്ങനെ പല കളറിലൊക്കെ ചോക്ലേറ്റ്സ് കണ്ടപ്പം ഒരു അട്രാക്ഷൻ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാധനം കണ്ടേ, അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് നട്ട്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ഐറ്റമാണ്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല, ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സാധനമില്ല, അതും വെച്ചിട്ടുണ്ട് അവരവിടെ. അറിയത്തില്ല എനിക്ക് പേര്, നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യേ. പിന്നെ ഇത് കണ്ടോ, ഇതും കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് നമ്മുടെ തേനാണേ, ഹണിക്കോങ് പോലെ പറയുന്ന എന്തോ സംതിങ് ആണ്, എനിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.